എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി രുചിയിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു പായസമൊക്കെ കുടിക്കണമെന്ന് തോന്നുന്ന സമയത്ത് സിമ്പിളായിട്ട് അതും നല്ല ടേസ്റ്റിലൊരു പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ക്യാരറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പമുള്ള 2 ക്യാരറ്റാണ്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 250 ഗ്രാം അളവിൽ ക്യാരറ്റാണ് കേട്ടോ ഇത്. അതായത് 1/4 കിലോ അളവിൽ ക്യാരറ്റ്. ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നമുക്ക് ആ ഒരു 2 ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണല്ലോ ഇതുപോലെ ഈ ഒരു 2 ക്യാരറ്റും ഞാനിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1/2 കപ്പ് അളവിൽ ചൗവരിയാണ് കേട്ടോ. ഇത് 100 ഗ്രാം അളവിൽ ചൗവരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചൗവരി ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലെ അരിപ്പയിലേക്ക് ഊറ്റി കൊടുക്കുമ്പോഴത്തേക്കും ചൗവരി കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കുറച്ചൊരു തണുത്ത വെള്ളം അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് കഴുകുക കേട്ടോ. അപ്പോൾ അവർ കട്ട പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചൗവരി ഞാനൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 50 ഗ്രാം അളവിൽ കാഷ്നട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. കാഷ്നട്ട് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു 50 ഗ്രാം അളവിൽ ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉണക്കമുന്തിരി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു നെയ്ക്കകത്ത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ സേമിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. ഇതുപോലെ തിന്നായിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അത് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെല്ലിയാണ്. എന്നാലും ഞാൻ ഈ ഒരു നെയ്യിലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു വെർമിസെല്ലി ഒന്ന് ഇളക്കി കൊടുത്താൽ ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ഇല്ലേ, ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ക്യാരറ്റും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു വെള്ളമയം പോലെ കാണും. ആ ഒരു വെള്ളമയൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ക്യാരറ്റിൻ്റെ ഒരു വെള്ളമയൊക്കെ വറ്റി ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ. അതായത് 1 ലിറ്റർ അളവിൽ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല ഫുൾ ഫാറ്റ് പാല് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പായസമൊക്കെ വെക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാല് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ചൗവരി ഇല്ല, ആ ഒരു ചൗവരി ചേർത്ത് കൊടുക്കുക. ചൗവരിയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കട്ട കെട്ടിയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയാൽ മതി കേട്ടോ. ആ ഒരു കട്ടയൊക്കെ പോയി ഓരോന്നിങ്ങനെ വിട്ട് വന്നോളും. അപ്പോൾ ഒരു ചൗവരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ചേരുവകൾ ചേർക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാര അല്ലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ പഞ്ചസാരയെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കറക്റ്റ് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം ഈ ഒരു പായസത്തിന് മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആണെങ്കിലും കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇനി നമ്മളിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ട് കൊടുത്തിട്ട് ഒരു സേമിയയും ഒരു ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഈ ഒരു പായസം ഒന്ന് കുറുകി വരുന്ന ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ക്യാരറ്റ് ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ടും ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും സേമിയയും ഇതുപോലെ ചൗരിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ സൽക്കാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക.
ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.